അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ ഈ പരിപാടിയിൽ സജാദ് നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സമയത്തിൻ്റെ ഷെഡ്യൂൾ തെറ്റിച്ചിട്ടാണ് ഞാനിവിടെ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പരിപാടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ആദ്യം പറയാൻ. നാളെ നിയമസഭ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലൊക്കെ കുറേ പരിപാടികൾ പെട്ടെന്ന് വന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ പ്രകൃതി ക്ഷോഭിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മളുടെ നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത ചില പരിപാടികൾ വന്ന് പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത്. ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. ഗൾഫ് മേഖലയിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ 2-3 പ്രശ്നങ്ങൾ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും അറിയാതെ ശശിയേട്ടൻ വന്ന് പ്രസംഗിച്ചതുപോലെ പ്രസംഗിച്ചു പോകാൻ എനിക്ക് പ്രയാസമാണ്. കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ പറയുന്നതിനിടയിൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ അറിയാതെ പോലും ചില പരാമർശങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ടായേക്കാം. ഗൾഫ് മേഖലകളിൽ ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന വളരെ സൂക്ഷ്മത ആവശ്യമുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഗൾഫിൽ ഇപ്പം നമ്മളൊക്കെ പോയാൽ കാര്യപ്പെട്ടൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കൊണ്ടുപോകും. പിന്നെ നമ്മളെ ഇരുത്തിയിട്ട് അവിടുത്തെ കമ്മിറ്റിക്കാരെ ഭീഷണിപ്പെടുത്തലാണ്. ഞങ്ങൾക്ക് നിന്ന പ്രശ്നങ്ങളുണ്ട്, നിങ്ങളത് ശരിയാക്കിയോ, ഇത് ശരിയാക്കിയോ. വമ്പിച്ച വർത്തനാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് ടിക്കറ്റ് ഓരോ കയ്യിലായതുകൊണ്ട് അധികം വർത്താനൊന്നും പറയാൻ നിൽക്കില്ല, കേട്ട് പോരുത്തുണ്ട്. ബുദ്ധിമുട്ടാവേണ്ട, പാസ്പോർട്ടൊക്കെ പോയാൽ വലിയ ഇടങ്ങാറാണ് അവിടുന്ന്. അതുകൊണ്ട് സഹിച്ചിട്ട് പോരുത്താണ്. സഹികെട്ടാൽ ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, ഗൾഫുകാർ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ, ഈ രാജ്യത്തിൻ്റെ ഇസ്ലാമിക ദഅവത്തിൻ്റെ മാർഗത്തിലൊക്കെ ഒരുപാട്. എന്നാൽ നിങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കുന്ന ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. നിങ്ങളുടെ സകല ബഹുമാനവും വെച്ചുകൊണ്ട് അത് ഇന്ത്യ എന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമാവുന്നുള്ളത് കൊണ്ട് കുറച്ച് കാര്യം പറയൽ അത്യാവശ്യമാണ്. ഏറ്റവും പ്രധാനം കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സാമ്പത്തിക അജണ്ടയിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഗുരുതരമായ വീഴ്ചയിൽ പ്രധാനപ്പെട്ട ഒന്ന് ഗൾഫുകാരുണ്ടാക്കിയതാണ്. കേരളത്തെക്കുറിച്ച് പറയാറുള്ളൊരു ഒന്നെന്താ വെച്ചാൽ, കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണെന്നാണ്. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരു കൺസ്യൂമർ കമ്മ്യൂണിറ്റിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമർ കമ്മ്യൂണിറ്റി ആരും ചോദിച്ചാൽ അത് മുസ്ലിങ്ങളാണ്. വാങ്ങി തിന്നാൻ മാത്രം പഠിച്ച് ശീലിച്ച ഒരു സമുദായമാണ് നമ്മുടെ സമുദായം. ഉണ്ടാക്കി തിന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ശീലേ ഇല്ല. തരുന്നോ നല്ലത് തന്നാൽ നമുക്ക് തരും, തരുന്നോ വിഷം തന്നാൽ നമ്മൾ അതും വാങ്ങി കഴിക്കും. കുറേ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ കൃഷിയൊക്കെ പൂർണ്ണമായിട്ട് മുസ്ലിങ്ങൾ കൈവിട്ടു. ഏറ്റവും അള്ളാഹു ഹൈർ ചെയ്യുന്നൊരു പണം കിട്ടുന്ന മാർഗം പൂർണ്ണമായിട്ട് കൈവിട്ടു. ഈ പ്രകൃതിയിൽ വമ്പിച്ച കുഴപ്പങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചു. രാജ്യത്ത് പിന്നെ ഈ കോൺക്രീറ്റ് കാടുകൾ മുഴുവൻ നമ്മൾ ഉണ്ടാക്കി വെച്ചു. രാജ്യത്തിലെ ഒരു അവസ്ഥയും സിറ്റുവേഷനും ഒന്നും അറിയാതെ ഇവിടെ പണറക്കി ഒരുപാട് പ്രശ്നങ്ങൾ. ഞാനതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും കടന്നിട്ട് പോവില്ല. അതിനേക്കാൾ മറ്റൊരു പ്രശ്നം എന്താണ്? ഒരു തരത്തിൽ പറഞ്ഞാൽ സമുദായത്തിനകത്തുള്ള സംഘടനാ പക്ഷപാതിത്വത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പറയുന്നതും ഈ ഗൾഫുകാരാണ്. രാജ്യത്ത് അതിന്റെ പേരിൽ ഒഴുകി വരുന്ന പണത്തിന്റെ ഒരു ധൂർത്ത് മറ്റെല്ലാത്തിനെയും കവച്ചു വെക്കുന്നതാണ്. സമുദായത്തിനകത്തുള്ള ഒരു ധൂർത്തിനെ കുറിച്ച് ധൈര്യത്തോടെ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് പറയാൻ കേരളത്തിലെ മതസംഘടനകൾക്ക് കഴിയാതെ പോകുന്നത് അവരതിനേക്കാൾ വലിയ അള്ളാനെ പഠിപ്പിക്കാൻ. രാജ്യത്തെ റോഡിൽ ഇങ്ങനെ ആളുകളെ കൂട്ടിയിട്ട് പ്രകടനങ്ങളും പരിപാടികളും നടത്തിയിട്ട് കൂടുതൽ ആരെ പഠിപ്പിക്കണം? എന്താണ് അതിന് ഇതിന് വേണ്ടിയിട്ട് പിന്നെ പാവപ്പെട്ട ഗൾഫുകാരൻ്റെ എത്ര പണമാണ് കേരളത്തിൽ ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ഏർപ്പാടുകൾ കൊണ്ട് തന്നിരിക്കുന്നത്. അവിടെ മാത്രമല്ല ശുദ്ധമായ റമദാൻ മാസം വരും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പള്ളിയിലാണ് ഞാൻ ഇന്ന് രാവിലെയും 1-2 റിലീഫ് പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. റമദാൻ മാസം വരുമ്പോൾ നമ്മൾ പിന്നെ എന്താ
നമ്മളുടെ വീട്ടിലെ, നമ്മുടെ നാട്ടിലെ, നമ്മുടെ കുടുംബങ്ങളിലെ കല്യാണവും ബഹളവും ആ നോമ്പ് തുറയൊക്കെ എന്ത് ജാതി ഒരു തോന്നിവാസമാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാനിപ്പോ പ്രത്യേകിച്ച് ഇപ്പം ജയിച്ചു വന്നൊരു സ്ഥലത്ത് നിന്ന് കുറ്റം പറയാൻ വിചാരിക്കും. ഞാൻ കണ്ണൂരിൽ നിന്ന് ജയിച്ച ഒരാളാണ്. അതുകൊണ്ട് ഇപ്പോൾ 2 കൊല്ലം 2 റമദാനായി. ഇപ്പൊ ഈ റമദാനും കൂടി ആയാൽ കണ്ണൂരിൽ MLA ആയിട്ട് 3ാമത്തെ റമദാനിൽ വരികയാണ്. കഴിഞ്ഞ 2 റമദാനുകൾ എന്റെ മണ്ഡലത്തിൽ അന്വേഷിച്ചോളൂ. ഞാൻ ആകെ ഒരു 2ഓ 3ഓ നോമ്പുറക്കാനേ പോയിട്ടുള്ളൂ. അല്ലാത്ത ദിവസം ഫ്ളാറ്റിൽ വന്നിട്ട് വല്ല ഓട്സും കലക്കി കുടിക്കലാണ്. കാരണം നോമ്പുറക്കാൻ പോയാൽ ദുനിയാവും പോവും ആഖിറവും പോവും. ആജാതി നോമ്പുറയാണ്. ആളെ പേടിപ്പിക്കാനുള്ള നോമ്പുറയില്ലേ? എന്തൊരു ഭീകരാണിത്. CH മുഹമ്മദ് കോയ സാഹിബിന്റെ തമാശ എപ്പോഴും പറയാറുണ്ട്. CH പണ്ട് വമ്പിച്ച ഭക്ഷണപ്രിയരാണ് CH. പക്ഷെ CH പിന്നെ ഒരു നോമ്പുറക്കാൻ പോയി തലശ്ശേരിയിൽ. അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം കണ്ട് CH തന്നെ പേടിച്ചു. CH പേടിച്ചാൽ ഏത് ഭക്ഷണം ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ CH രാത്രി ചന്ദ്രികയിൽ വന്നിട്ട് അന്നൊരു ഒരു സാങ്കല്പിക ലേഖനം എഴുതി. ഒരു സാങ്കല്പിക കഥ, ഒരു കഥ എഴുതി. എന്നുവെച്ചാൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ കണ്ണൂക്കാരെല്ലാം കൂടി അള്ളാനെ കാണാൻ പോയി. അള്ളാഹുവിനോട് പറഞ്ഞു, എങ്ങനെങ്കിലും നിങ്ങൾ ആ സുബഹി മുതൽ മഗ്‌രിബ് എന്നുള്ളത് മാറ്റിയിട്ട് ളുഹ്ർ മുതൽ അസർ വരെ. പഠിച്ചോൻ പറഞ്ഞ അത്ര പറ്റൂല എന്നാ പറഞ്ഞ സുബൈക്ക നിൽക്കിട്ടുള്ള കട്ടൻ ചായക്ക് പറ്റൂലായിരുന്നു. എന്നൊരു ഗ്ലാസ് വെള്ളം പറ്റൂലായിരുന്നു. അതിലൊരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ പോലും എണീച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞപ്പം സുബൈ മുതൽ മഗ്‌രിബ് വരല്ലേ, എന്നാ ബാക്കി കാണിച്ചു തരാൻ തന്നെ. പിന്നെ പകല് പട്ടിണിക്കിട്ട് അള്ളാനോട് പകരം വീട്ടിലാണ് രാത്രി മുഴുവൻ നിന്ന് തിന്നിട്ട്. നിങ്ങൾ ആലോചിച്ചൊക്കെ എന്തൊരു ക്രൂരതയാണ്. അതുകൊണ്ട് എത്ര മനുഷ്യന്റെ ആരോഗ്യം പോകുന്നു, ദുനിയാവും ആഖിറവും ഇല്ലാതെ. നമ്മൾ ഈ അവനവന്റെ ജീവിതത്തിൽ ആ മിതത്വം ഒരു റമദാൻ കഴിയുമ്പോൾ, ഇതൊരു ഭക്ഷ്യസുരക്ഷയുടെ ഒരു വർഷമാണ്. ലോകത്തിന്റെ ഒരു സൈക്ലിംഗ് പഠിക്കണം. അള്ളാഹു നമ്മളിൽ സക്കാത്ത് നിർബന്ധാക്കിയത്, നമ്മളിൽ മിതത്വം നിർബന്ധാക്കിയതിന്റെ ഒക്കെ ഒരു കാര്യം പഠിക്കണം. ലോകത്ത് സൈക്ലിംഗ്, ഭക്ഷ്യത്തിന്റെ സൈക്ലിംഗ് എന്താ അറിയോ? ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഒരു വിഭാഗം പട്ടിണി കിടക്കും എപ്പോഴും. കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും വയറ് നിറക്കാനുള്ള ഭക്ഷണം ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതാണ് ലോകത്തിന്റെ ഒരു നിജസ്ഥിതി. ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും ഭക്ഷണം വയറു നിറയെ കഴിക്കാൻ ഭൂമിയിൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഉണ്ട്. എങ്ങനെ? അവൻ ഭക്ഷണം മിതമായി കഴിച്ചാൽ മാത്രം. നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ വയറിൽ ഒരു തുള്ളി ഭക്ഷണം എത്താത്തവൻ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് സങ്കടപ്പെടുന്നുണ്ടെന്ന് ആലോചിക്കാൻ പറ്റണം. ഹോട്ടലിൽ കയറിയിട്ട് കണ്ണിൽ കണ്ടത് മുഴുവൻ ഓർഡർ ചെയ്യുമ്പോൾ, 10 പേരെ വിളിച്ചിട്ട് നോമ്പുറക്കാൻ വിളിച്ചിട്ട് 20 പേരുടെ ഭക്ഷണം ഉണ്ടാക്കി വെക്കുമ്പോൾ, ഈ ഭക്ഷണം കഴിക്കേണ്ടവൻ ലോകത്തിന്റെ മറുഭാഗത്തിരുന്ന് വയറൊട്ടുന്നുണ്ട് എന്ന ചിന്ത ഉണ്ടാവണം. ഇന്ന് ലോകം ഈ പുതിയ എൻവയോൺമെന്റൽ ഡേയിൽ പറയുന്നത് ഭക്ഷണത്തെക്കുറിച്ചാണ്. ഭക്ഷണം സൂക്ഷിച്ചു വെക്കണം എന്നാണ്. ഇതൊരു ലോകത്തിന്റെ സൈക്ലിംഗ് ആണ്. ഒരു ഭാഗത്ത് വിശപ്പ് വന്നാൽ മറുഭാഗത്ത് ധാരാളിത്തമുണ്ടാകും, മറുഭാഗത്ത് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിൽ നിങ്ങൾ ഒരു മിതത്വം പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എത്ര വലിയ ദൂർത്താണ്. ആർക്കാ ഇത് പറയാനാവുക? കമ്മ്യൂണിറ്റിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അപകടത്തെക്കുറിച്ച് ആർക്കാ പറയാനാവുക? ഈ ദൂർത്തിനെ, ഈ അന്യായത്തെ നിയന്ത്രിക്കാൻ ആർക്കാ പറയാനാവുക? അപ്പൊ ഒരു വിശുദ്ധമായ റമദാൻ വരുമ്പോ, നമ്മുടെ ആത്മശുദ്ധീകരണത്തിന്റെ മാസം വരുമ്പോ, അവനവന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തൊക്കെ പോട്ടെ, പുറത്ത് ആളുകളെ ഉപദേശിക്കലും അവരെ നന്നാക്കലൊക്കെയാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. അവനവന്റെ കാര്യത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ റമദാനിനകത്ത് നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ എത്ര നിയന്ത്രിക്കാനാവും? കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോ ഒരു പൊതുപ്രവർത്തകന്മാരിലെ മഹാഭൂരിപക്ഷം അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താ? വേസ്റ്റ് മാനേജ്മെന്റാണ്. പഞ്ചായത്തിൽ വേസ്റ്റിന്റെ പ്രശ്നം, ബ്ലോക്കിൽ പോയ വേസ്റ്റിന്റെ പ്രശ്നം, മുനിസിപ്പാലിറ്റി പോയ വേസ്റ്റിന്റെ പ്രശ്നം. നമ്മുടെ ഈ വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ വമ്പിച്ച വേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സമുദായം ഏതാണെന്ന് വെച്ചാൽ നമ്മളല്ലേ. നമുക്കൊരു പരിശോധന നമ്മൾ സ്വയം നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളൊരു കല്യാണം കഴിഞ്ഞാൽ എത്ര വേസ്റ്റ്, ഭക്ഷണം എത്ര വേസ്റ്റ്. ലളിതമായിട്ടൊരു കല്യാണം നടത്താൻ എന്താ നമ്മൾ പഠിക്കാത്തത്? എത്ര ദേവത. എനിക്കറിയാം, നമ്മളെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിലും കണ്ണൂരിലൊക്കെ നടത്തിയിട്ടുള്ള ഒരുപാട് ദേവത. ഞാൻ പറയട്ടെ, പഴയ ആർജവത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. വേറെ കുറെ ഏർപ്പാടുകളിൽ ഈ ഭിന്നിപ്പുകളും കുഴപ്പങ്ങളും എത്രമാത്രം ദഴവത്തിനെ ബാധിക്കുമെന്ന് പരിശോധിക്കണമെങ്കിൽ കേരളത്തിലെ ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ മാത്രം പരിശോധിച്ചാൽ മതി. നിങ്ങളോട് പറയുന്നതിനോട് നിങ്ങൾ ദേഷ്യമൊന്നും പിടിക്കണം. നിങ്ങൾക്ക് ആ പറയുന്നതിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പഴയ ആർജവത്തോടു കൂടിയുള്ള ദഴവ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം. അത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് മാത്രം തുറന്നാൽ മതി, ഫേസ്ബുക്ക് മാത്രം നോക്കിയാൽ മതി, നിങ്ങൾ യൂട്യൂബ് മാത്രം നോക്കിയാൽ മതി, അത് മാത്രം നോക്കിയാൽ മതി. എന്നാ മുജാഹിദ് ബാലുശ്ശേരി, ഞാനിപ്പം പറയുന്നു, മുജാഹിദ് ബാലുശ്ശേരിനെ കണ്ടപ്പോൾ ഞാൻ ഇന്നലെ തുറന്നപ്പോൾ ബാലുശ്ശേരിയുടെ പ്രസംഗം അങ്ങനെ, ബാലുശ്ശേരിയുടെ പ്രസംഗം ഇങ്ങനായി, അതാ ഒന്ന് ഇതാക്കി പറഞ്ഞു, മാറ്റി പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെന്നല്ലോ മനുഷ്യന്മാർക്ക് തെറ്റുപറ്റിയാൽ അത് മാറ്റി പറയുന്നതാണ് ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത്. തെറ്റാൻ തോന്നുന്ന സമയത്ത് അത് മാറ്റി പറയണം. മാറ്റി പറഞ്ഞ അയിമ പിടിക്കുക, മാറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ ഈമ പിടിക്കുക. ഒരു നിലക്കൊരാളെ വിടില്ല. ഇതൊക്കെ എന്തിന്റെ പേരിലാണ്? സംഘടനാ പക്ഷപാതിത്വം അല്ലാതെ ദീനാ നിങ്ങൾ പറയുമോ?
ഇസ്ലാമാ നിങ്ങൾ പറയും? സംഘടനാ പക്ഷപാതിത്വമില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞവരെ ന്യായീകരിക്കൂലേ? പിന്നെ എവിടെ ഈ ദീൻ എന്ന് പറയുന്ന സാധനം ഉള്ളത്? ഈ പറയുന്ന ആളുകൾക്ക് എവിടെ ദീൻ എന്ന് പറയുന്നുള്ളത്? തെറ്റു കണ്ടാൽ അത് തെറ്റാണെന്ന് ആർജവത്തോടെ പറയാനാവുകയും ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നിയാൽ അതേ ആർജവത്തോടെ അത് തിരുത്താൻ കഴിയാന്ന് പറയുന്നത് വിനയത്തിന് ലക്ഷണമാണ്. ബഷീർ പിന്നെ മുജാഹിദ് ബാലുശ്ശേരി ഭയങ്കര വിനയുള്ള ആളാന്നുള്ള അഭിപ്രായം എനിക്കില്ല. എന്റെ അടുത്ത സുഹൃത്താണ്. പക്ഷെ ഉള്ള ഞാൻ പറയുന്നു അത് വമ്പിച്ച വിനയുള്ള ആളാന്നുള്ള നിങ്ങൾക്ക് പറയുക. എനിക്കത് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് ഞാൻ തീരെ പറയില്ല. പക്ഷെ ഞാൻ പറയുന്നത് അതൊരു വിശ്വാസിയുടെ ലക്ഷണമാണ്. അതിനെ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മുജാഹിദുകൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മുജാഹിദിലെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ എല്ലാവർക്കും മുജാഹിദ് ആശയമുള്ളവരല്ലേ. മുജാഹിദുകൾക്ക് കഴിയാതെ പോകുന്നുണ്ട് സംഘടനാ പക്ഷപാതിത്വം മാത്രമാണ്. അതാണ് വമൻ ശുദ്ധ ഇലന്നാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഭിന്നിക്കുന്നവന് നരകമാണ്. അള്ളാഹു കാത്തു സൂക്ഷിക്കുമാറാവട്ടെ. അത് അപകടമാണ്. ആ അപകടത്തെ ഉണ്ടാക്കുന്നവർക്ക് സർവനാശം ഉണ്ടാവും. ഞാൻ പറയുന്നത് വേറെ എന്ത് ഭിന്നിപ്പ് പോലല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് നിക്ഷിപ്ത താല്പര്യങ്ങൾ വെച്ചിട്ട് ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് ഈ ദുനിയാവിൽ വെച്ച് കൊടുക്കും. അത്രമേൽ അപകടമാണ്. ഒരു അവയർനെസ് ആണ്, അല്ലെങ്കിൽ ഒരു ചൂണ്ടുവലകയാണ്, അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തുന്ന ഒരു വിരലാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ. നിങ്ങൾ വമ്പിച്ച മാറ്റം ഉണ്ടാക്കണം. മുജാഹിദ് പ്രസ്ഥാനം ഒരു ഭാഗത്തുണ്ടെന്ന് തോന്നിയാൽ തന്നെ പലയിടത്തും ഖുറാഫാത്തിൽ നിന്ന് ആളുകൾ പതുക്കെ ഖുറാഫാത്തിൽ മിതത്വം വരുത്തുക. സംഗതി ഖുറാഫാത്തായിരിക്കും, അതിലൊരു മിതത്വം വരുത്തുക. അങ്ങനെ ഏർപ്പാടുണ്ടല്ലോ. അതെങ്കിലും ഉണ്ടാവും. അതിന് അങ്ങനെ ഒരു ചൂണ്ടുപലകയായിരുന്നു. നിങ്ങൾ വമ്പിച്ച പ്രസ്ഥാനം എല്ലായിടത്തും പോയിട്ട് ഇടപെട്ട് ഒരു യുദ്ധം നടത്തുന്നല്ല. ഇത് നോക്കാൻ ഒരു വിഭാഗം, ഇത് പറയാൻ ഒരു വിഭാഗം, ഇത് റെക്കോർഡ് ചെയ്യാൻ ഒരു വിഭാഗം ഉണ്ട് എന്ന ഒരു ബോധം, ഒരു ജാഗ്രത കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുണ്ടായിരുന്നു. ആ ജാഗ്രത ഇപ്പൊ കുറച്ച് കുറയുന്ന നിങ്ങളുടെ ശ്രദ്ധ വേറെ ചിലയിലേക്ക് പോകുന്നു തോന്നും. അപ്പുറത്ത് പണി വേറെ തുടങ്ങും. ഇത് അപകടമാണ്. ആ അപകടത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് പറയാതിരിക്കാൻ ഇവിടെ വേദിയിലിരിക്കുന്ന പിന്നെ ISMന്റെ ആളുകൾ, സലീം അടക്കമുള്ള മുഴുവൻ ആളുകൾ, ഷാക്കിർ, എല്ലാവരെയും വളരെ അടുത്ത് ബന്ധമുള്ള, വളരെ അടുത്ത് ബന്ധമുള്ള എന്നോട് പറഞ്ഞവരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ആരോപണം വേറെ ആരെക്കുറിച്ച് പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ വിശ്വസിച്ച് പോകുമായിരുന്നു. പക്ഷെ ഇവരെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാം, വളരെ നന്നായിട്ട് അറിയാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോകുന്ന ആളുകളാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഗൾഫിലെ ആളുകളോട് ഞാൻ പറയുന്നത് വല്ലാത്ത ഒരു സൂക്ഷ്മത നിങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മളുടെ കുട്ടികൾ, നമ്മളിപ്പോ കേരളത്തിലെ ഇസ്ലാമിക ദഅവത്ത് ഒരു പാത്രം കമഴ്ത്തി വെച്ച് അതിന്റെ മുകളിൽ വെള്ളമൊഴിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു തുള്ളി അതിനകത്ത് കടക്കണില്ല. സത്യത്തിൽ പിന്നെ എത്ര ശക്താണ് ദഅവത്ത്. യൂട്യൂബിൽ ഞാൻ പറഞ്ഞ പോലെ, ഫേസ്ബുക്കിൽ ഞാൻ പറഞ്ഞ പോലെ, ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇസ്ലാമികമായിട്ടുള്ള നിരവധി സംഘടനകളുണ്ട്, ഒരുപാടുണ്ട്. കാസറ്റ് കടയിൽ പോയാൽ വയലിന്റെയും പ്രസംഗത്തിന്റെയും കാസറ്റില്ലാതെ കിട്ടാനില്ല. പുസ്തകങ്ങളുടെ കുറവില്ല, ഖുർആൻ ക്ലാസുകളുടെ കുറവില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അതിന് മാത്രം വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? പഴയ കാലത്തുള്ളതിന്റെ 1000 ഇരട്ടി ദഅവത്തിന്റെ സാധ്യതയുണ്ടെങ്കിൽ പഴയ കാലത്തെക്കാൾ മോശമാം വിധത്തിൽ നമ്മുടെ തലമുറ പോവാണ്. ഒരു ജാഗ്രത നിങ്ങൾക്കുണ്ടാവണം. എവിടെയാണ് കുട്ടികൾ മാറുന്നത് എന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ പഠിക്കുന്ന ഖുർആനകത്ത് നിന്ന് തന്നെയാണ് വരികളെടുത്ത് നമ്മെ പഠിപ്പിക്കാൻ വരുന്നവരും. അവർ ബൈബിൾ കൊണ്ടുവന്നിട്ടൊന്നും നമ്മളോട് യുദ്ധം ചെയ്യണമെന്നില്ല. നമ്മളോട് ആരും യുദ്ധം ചെയ്യണില്ല. ഭഗവത്ഗീത കൊണ്ടുവന്നിട്ടൊന്നും ഇസ്ലാമിൽ നമ്മളോട് ആരും യുദ്ധം ചെയ്യണില്ല. ഇസ്ലാമിക സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം വിശുദ്ധ ഖുർആനകത്ത് നിന്ന് തന്നെ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫിത്ന ഉണ്ടാക്കുന്നവരാണ് ശത്രുക്കൾ. അല്ലാതല്ല, പുറത്തുനിന്ന് വരുന്നവരെ ക്ലീൻ ആയിട്ട് നമുക്ക് ഓപ്പണായിട്ട് നേരിടാലോ. അതിനകത്ത് അത് നമ്മൾ അറിയാതെ വീട്ടിനകത്ത് വരും. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് നാട്ടിലെ മക്കളുള്ളവർ സൂക്ഷിക്കുക. ഇപ്പൊ ഞാനൊക്കെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ നേരത്തെ പറഞ്ഞതിൽപ്പെട്ട ഒരു പ്രശ്നം എന്താ വെച്ചാൽ, എപ്പോൾ ഇടക്കിടക്ക് വിളിയാണ് രാത്രി 12 മണി 1 മണിക്ക്. എന്താ വിളിച്ചിട്ട് ഗൾഫിൽ നിന്നാ വിളിക്കുക. അല്ല, മോനെ ആ വളവട്ടണം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ എന്തേ പ്രശ്നം? അല്ല, ഒന്നുമില്ല, ഒരു തെറ്റും ചെയ്തിട്ടൊന്നുമില്ല. മോനങ്ങനെ ഒരു മോട്ടോർ സൈക്കിളായിട്ട് പോവായിരുന്നു. ഞാൻ പറഞ്ഞ മോട്ടോർ സൈക്കിളായിട്ട് പോകാൻ പോലീസ് പിടിക്കുമോ? അല്ല, ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, ലൈസൻസ് ഇല്ലാന്ന് ലൈസൻസ് എടുത്താൽ പോരെ. അതിന് പ്രായമായിട്ടില്ല. ഞാൻ SLC നല്ല മാർക്കോടുകൂടി പാസ്സായപ്പോൾ ഓഫർ ചെയ്താണ് മോട്ടോർ സൈക്കിൾ. നിങ്ങളടുത്ത് ഗൾഫുകാരത്ത് പൈസ ഉണ്ടാവും, പക്ഷെ രാജ്യത്ത് മോട്ടോർ സൈക്കിൾ ഓടിക്കണമെങ്കിൽ നിയമമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പൈസ ഉണ്ടെച്ചിട്ട് മോട്ടോർ ഓടിക്കാൻ പറ്റില്ല. അതിന് നിയമമുണ്ട്. 18 വയസ്സാകണം, ലൈസൻസ് എടുക്കണം, അങ്ങനെ പല ഏർപ്പാടുണ്ട്. എന്നിട്ട് എന്നോടാ പറയുന്നത്, ഞാൻ MLA ആണ്, ഞാൻ ലോ മേക്കറാണ്, നിയമം ഉണ്ടാക്കുന്ന ആളാണ്. എന്നോട് നിയമം ലംഘിക്കാൻ പറയുന്നു. അല്ല, ആലോചിച്ച് നോക്കി. എന്നോട് നിയമം ഞാൻ ലോ ബ്രേക്കറല്ല, ലോ മേക്കറാണ്. സംഗതി പല വിവാദങ്ങളും നിയമസഭയിൽ നിങ്ങൾ തരഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും പണി ശരിക്കുള്ളത് നിയമം ഉണ്ടാക്കലാണ്.
അതാണ് നിയമസഭ. നിയമം ഉണ്ടാക്കുന്ന സഭക്കാണ് നിയമസഭ എന്നറിയാം. അവിടെ ഇരിക്കുന്ന ആളോട് വളരെ മനഃപൂർവ്വം രാത്രി വിളിച്ചിട്ട് പറയാണ്, നിയമം ലംഘിച്ചു പോയത് നിങ്ങളൊന്ന് മോട്ടോർ സൈക്കിൾ വിളിച്ചു പറയും. പിന്നെ വിളിച്ചു പറയും, ഒരു 3 ആൾ കയറിയത്, 3 ആൾ കയറിയ കാർ വാങ്ങണം, മോട്ടോർ സൈക്കിൾ 2 ആൾ കയറാനുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതാണ് ഒരു കാര്യമായിട്ട് ഇടപെടുന്ന ഏർപ്പാട്. ഇതിൽ നല്ല ഒരു ശതമാനം ഞാൻ നിങ്ങൾ കുറ്റം പറയാനായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റുമെന്നുള്ള എനിക്ക് പറയാണ്. ഇവിടെ നിങ്ങൾ ഗൾഫുകാരാണ്, സത്യമായിട്ട് പറയാണ്. അപ്പോൾ ഇവിടെ നാട്ടിലേക്ക് ഒരു 10 റുപ്യ അയക്കുന്നതിന് മുമ്പ് ഗൾഫ് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ പൈസ എവിടെ പോകും, ആരെ മേത്ത് കൊള്ളും, എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അയക്കണ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനൊക്കെ ആയിരിക്കും. അതിന്റെ മുമ്പ് നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ എന്നെ വിളിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അസ്സലാമു അലൈക്കും.